السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. റിയാദു സ്വാലിഹീൻ ഹദീസ് ക്ലാസ് 400-ാമത്തെ ഹദീസ് ആയിട്ട് ബാബുൽ ഖൗഫ്, അള്ളാഹുടെ പേടി എന്നതിനെ സംബന്ധിച്ച് അള്ളാഹുടെ ശിക്ഷയുടെയും അള്ളാഹു താല ആഖിറത്തിൽ ശിക്ഷിക്കുന്ന രീതിയും നരകവും അതിലെ ഭയാനകമായ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്ന ആയത്തുകളും ഹദീസുകളും. അതിൽ ഉണ്ട് 400-ാമത്തെ ഹദീസ് മഹ്ശറയിൽ അവിടുത്തെ ഒരു അവസ്ഥയെ സംബന്ധിച്ച് ഒരു മനുഷ്യരുടെ കൽബിലും അത് മനസ്സിലാക്കാനുണ്ടെങ്കിൽ അവനക്ക് അള്ളാഹുടെ പേടി അവൻ്റെ കൽബിലുണ്ടാവും. അപ്പൊ അതിലൊരു ഹദീസ് ആയിട്ട് 400-ാമത്തെ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹ്ശറയുടെ ആ അവസ്ഥയെ സംബന്ധിച്ച് ചൊല്ലും. നമുക്ക് ആ ഹദീസ് പ്രവേശിക്കാം. وعن ابن عمر رضي الله عنهما أن رسول الله صلى الله عليه وسلم قال. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ചൊല്ല്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ല്, യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ, ജനങ്ങളൊക്കെ റബ്ബുൽ ആലമീന്റെ മുട്ടനിക്ക് റബ്ബുൽ ആലമീനക്ക് നിൽക്കുക, അതായത് അല്ലാഹു തആലക്ക് അങ്ങ് എന്താക്കുന്നത് ഖബറിൽ നിന്നും എണീച്ച് മഹ്ശറാൻ ചൊല്ല ഭൂമിയിൽ നിൽക്കുക. ഹത്താ യഗീബ അഹദും ഫീ റശ്ഹിഹി, അത് ഓരോരുത്തർ അവരിൽ നിന്ന് ഓരോരുത്തർ എന്താ വേർപ്പുൽ അങ്ങ് മാഞ്ഞു പോണ്ട, ചെന്ന വേർപ്പുൽ മുങ്ങിടാറ്. ഇല അൻസാഫി ഉദ്നൈഹി, ജന്റെ ചെവിയുടെ കാതിരെ പാതിത്തോളും, അതിന് അത്ര അങ്ങെന്താ അവിടെ വേർത്തിട്ട്, അതായത് അങ്ങ് അത്ര വേർത്ത് അവിടുത്തെ ചൂട് അത്ര എന്നുള്ളത്. അപ്പൊ അവിടുത്തെ അവസ്ഥയെ സംബന്ധിച്ചോ ഇതിനെ സംബന്ധിച്ചുള്ള ഹദീസുകൾ വേറെയും ഉണ്ട്. മുത്തഫഖുൻ അലൈഹി. വറുഷു അൽ അറഖ്, റുഷു ചെന്നെങ്കിൽ വേർപ്പാണ്. അപ്പൊ ആ മഹ്ശറാൻ ചൊല്ലിന്റെ ആ സമയത്തുള്ള ചൂടും അവിടുത്തെ അവസ്ഥ, ഇപ്പൊ ഞങ്ങൾ സാധാരണ സെക്കൻഡ് കാലത്ത് ഞങ്ങൾക്ക് എന്താ ഉച്ചാകുമ്പത്ത് അല്ലെങ്കിൽ ചൂട് ജാസ്തി ആകുമ്പത്ത് ഭയങ്കര വേർത്തിട്ട് ഒടുക്കടി ഞങ്ങൾ ചൊല്ലാം ശ്രദ്ധിക്കാവില്ലേ. അതിക്കുള്ള വ്യവസ്ഥ ഫാൻ ഇട്ടിട്ട് എ സി ഇട്ടിട്ട് ഇങ്ങനെ പലതും ഞങ്ങൾ ധ്വനിയാവലും എത്രയോ ദൂരത്തുള്ള സൂര്യായിട്ട്. അപ്പൊ അതിലെ ചൂട് സദിക്കുക വേണ്ടുള്ള ഒരു അവസ്ഥയെ സംബന്ധിച്ചായിട്ട് ഇത് ഞങ്ങൾ ദുനിയാവുള്ള അവസ്ഥ. അതേ സമയത്ത് മഹ്ശറയുടെ ചൂട് സംബന്ധിച്ചായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഇനി ഇതിനെ സംബന്ധിച്ച് വേറെ ഹദീസ് കൊണ്ട് നമുക്ക് അതോടെ വിശദീകരിക്കാം. 401-ാമത്തെ ഹദീസ്. വഅൻ അനസ് റളിയല്ലാഹു അൻഹു ഖാല ഖതബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബതൻ. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു ചൊല്ലുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് പ്രസംഗിച്ചു. അതൊരു പ്രസംഗം. മാ സമയത്ത് മിസ്ലഹാഖത്തു, അങ്ങനത്തത് ഇത്രത്തോളം ഞങ്ങൾ കേട്ടിട്ടില്ല. ഫഖാല, അതിൽ ചൊന്ന പലക്കായിട്ട് ലൗ തഅലമൂന മാ അലം ലദഹിഖ്തും ഖലീലൻ വലബഖൈതും കസീറോ. നക്ക് ഗൊന്തിന്നത്ര നിങ്ങൾക്ക് ഗൊന്തായിരൻ കണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൊന്തിക്കറിൻ കണ്ടെങ്കിൽ നിങ്ങൾ ഒരു തെല്ല് മാത്രം ചിരിക്കാൻ തരും യാറത്തെ സമയം നിങ്ങൾ ഉൾപ്പെടും തരുക. ഫഖത്ത അസ്ഹാബ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉജൂഹും, നബിയുടെ സ്വഹാബാക്കൾ നബിയുടെ ആ സ്വഹാബാകത്ത് മുഖത്തേക്ക് തട്ടയിട്ടിറങ്ങാം, മുഖത്തെ മൂടിയറും. വലഹും ഖനീനും, അങ്ക് ഖനീൻ ചെന്നെങ്കിൽ തേങ്ങിട്ട് ബുൾപ്പുണ്ട്, എന്താ ചെറിയൊരു ശബ്ദം ഇങ്ങനെ പുറത്ത് കേൾക്കും പോലത്തെ അങ്ങനത്തെ ബുൾപ്പുട്ടിട്ടായിട്ടാണ് തലക്ക് തുണിയിട്ടത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഹദീസിൽ ചൊന്നത്, നക്ക് ഗൊന്തിന്നത്ര നിങ്ങൾക്ക് ഗൊന്തിൻ തീർക്കണ്ടെങ്കിൽ നിങ്ങൾ തെല്ല് ചിരിക്കാൻ തറ യാറെ ഉൾപ്പെടുത്താറ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹ്ശറയും ഖിയാമത്തിനാലും നരകവും അവിടുത്തെ ശിക്ഷയും ഇതൊക്കെ നേരിട്ടിട്ട് കണ്ട വ്യക്തിയായിട്ട് ഇസ്രാ മിഅ്റാജ് പോയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ നരകത്തുള്ള ശിക്ഷയും ഓരോ വ്യക്തിയെയും ഓരോ തപ്പുക ഓരോ ദോഷങ്ങൾക്ക് ശിക്ഷിക്കുന്ന രീതിയൊക്കെ അല്ലാഹു തആല നബി തങ്ങൾ കാട്ടിക്കൊടുത്തതായിട്ട്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കബറിൽ നടക്കും ചെന്നില്ല, ഈ കബറില്ലാതെ നിന്ന് ഇങ്ങനത്തെ കാരണം കൊണ്ട് ശിക്ഷിച്ചുകൊണ്ടിട്ടുണ്ട്. അപ്പൊ ഭൂമിയുടെ അടിയിലുള്ളതും ആകാശത്ത് അപ്പുറത്തുള്ളതും പലതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ണുകൾ നേരിട്ട് കണ്ടതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാട്ടിക്കൊടുത്തത് കൊണ്ട് അത് ഞങ്ങളെപ്പോലത്തെ അറിവല്ല, അത് ഒരുപാട് കാര്യങ്ങൾ അല്ലാഹു അറിയിച്ചു കൊടുത്തതായിട്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ഗൊന്തിൻ കണ്ടെങ്കിൽ നിങ്ങൾ ചൊമ്മച്ചിരിക്കലಂತ ಯಾರ ತನಾರ ನೀವು ಬಿಟ್ಬಿಟ್ಟು ಅಂತಾರೆ.
ഈ വിഷയം കേട്ടിട്ടായിട്ട് സ്വഹാബാക്കൾ ഉൾപ്പെട്ടത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുടെ ശിക്ഷയെ സംബന്ധിച്ചായിട്ട് ഞങ്ങൾക്ക് ചൊന്നു കൊടുത്തത്. അത് വഫി റിവായത്തിൽ അതേ ഹദീസ് പിന്നെ റിപ്പോർട്ടിലുള്ളത് അതിലെ ബാക്കിയത് ബലഗ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബലഗ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ അസ്ഹാബി ഷൈഉൻ ഫഖതബ. നബിയുടെ സ്വഹാബാക്കളിൽ നിന്ന് എന്തോ ഒരു വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എടുത്തു. അപ്പം നബി തങ്ങൾ പ്രസംഗിച്ചു. ഫഖാല അതിൽ ചൊന്നു ഉരിദത അലൈഹിൽ ജന്ന വന്നാർ. നക്ക് അല്ലാഹു നക്ക് സ്വർഗവും നരകവും വെളിവാക്കപ്പെട്ടു. നാ സ്വർഗം കണ്ട നരകം കണ്ടത്. ഫലം അറാക്കൽ യൗമി ഫിൽ ഖൈരി വശർ. സ്വർഗത്തിലാകുമ്പോൾ ഖൈറായിട്ടിക്കണം, നരകത്തേക്ക് ഷർറായിട്ടിക്കണം. അപ്പൊ ഖൈറിലും ഷറിലും ഇന്നത്തെ പോലെ ഞാൻ എന്താക്കിയിട്ടില്ല, കണ്ടിട്ടില്ല. വലൗ തഅലമൂന മാ അലം ലദഹിഖ്തും ഖലീലൻ വലബകൈതും കസീറോ. നക്ക് ಗೊಂತಿನത്ര നിങ്ങൾക്ക് ಗೊಂತುನ್ನು കണ്ടെങ്കിൽ, നിങ്ങൾ ಗೊಂತೈತು കണ്ടെങ്കിൽ നിങ്ങൾ തെല്ല് മാത്രം ചിരിക്കಂತರು ಯಾರು നിങ്ങൾ ബുൽപുടಂತರು. ഫമാ തആല അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൻ അശദ്ദു മിൻ. ഇതിനേക്കാളും കടുപ്പമുള്ള ഒരു നാൾ നബിയുടെ സ്വഹാബാക്കൾക്ക് വന്നിട്ടില്ല. ഈ പ്രസംഗം കേട്ടിട്ടാകുമ്പോൾ നബിയുടെ സ്വഹാബാക്കൾക്ക് വല്ലാത്ത പേടിച്ചു പോയാൽ, ഉൾപ്പെട്ടു പോയാൽ, ഇങ്ങനത്തെ ഒരു നാൾ പിന്നൊരു നാൾ വന്നിട്ടില്ല. അനസ് റളിയല്ലാഹു അൻഹു ചൊല്ലു. ഈ ഹദീസ് റിപ്പോർട്ടാക്കടാൽ ചൊല്ലു. അങ്ങനെ തലടങ്ങ മൂടിയാറ് അങ്ക് ഖനീൻ ഉണ്ട്. ഖനീൻ ചൊന്നതിന് അർത്ഥമായിട്ട് അല്ല ഖനീൻ ബിൽ ഖായിൽ മോജമ വൽ ബുകാഉ മാ ഗുന്നത്തിൻ വൻതിശാഖി സൗതി മിനൽ അൻഫ്. അത് എന്താ തേങ്ങി കരയുന്നതെന്ന് ചൊല്ലും. മൂക്കിലും ഇങ്ങനെ ശബ്ദം എന്താ ഇങ്ങനെ കേക്കലോട് കൂടെ എന്താ ഈ ബുൾപ്പ് എന്താ ഒരു രാഗബറും പോലത്തുള്ള കരച്ചൽ, അത് കേട്ടിട്ട് ഖനീന്ന് ചൊല്ലും. അപ്പൊ ഇങ്ങനെ തേങ്ങി കരഞ്ഞിട്ടായിട്ട് നബിയുടെ സ്വഹാബാക്കൾ ഉൾപ്പെട്ടത്. അപ്പൊ അങ്ങനെ ഇവിടെ ഒന്നും നബിയുടെ സ്വഹാബാക്കളെ ഈമാൻ അങ്ങ് അള്ളാഹുടെ ശിക്ഷയെ കുറിച്ച് ചൊല്ലുമ്പോൾ അങ്ങ് പേടിച്ചതും ഉൾപ്പെട്ടതും. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സംഭവം വിവരിക്കും അങ്ങ് ഉൾപ്പെട്ടത്. അത് ഈമാന്റെ പവറായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബാക്കളെ ഈമാൻ ചൊല്ലുന്നത് ബാക്കി ഞങ്ങളെ ഈമാന്റെ പോലെയല്ല. ഒരിക്കലും അങ്ങനെ മറ്റുള്ള ഞങ്ങളെ പോലെ കമ്പയർ ആക്കത്തില്ല. ഞങ്ങളെ പോലെ ഏത് വിഷയത്തിൽ അങ്ങനെ മനസ്സിലാക്കുകയും തീര. അങ്ങ് നബിനെ നേരിട്ട് കണ്ടങ്ങ, പരിശുദ്ധ ഖുർആൻ നേരിട്ട് നബി തങ്ങളിൽ നിന്ന് കേട്ടങ്ങ, അള്ളാഹുടെ കണ്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേരിട്ട് കണ്ടങ്ങ. അപ്പം ആ സ്വഹാബാക്കൾക്ക് വലിയ പവറുണ്ട്, വലിയ സ്ഥാനമുണ്ട്, ഈമാനുണ്ട്. അപ്പം അങ്ങ് ഒരു വിഷയം കേട്ടിട്ടാൻ പറ്റിയിട്ട് അങ്ങ് കരഞ്ഞത് എല്ലാ സ്വഹാബാക്കളും അള്ളാഹുടെ ശിക്ഷയെ കുറിച്ച് അങ്ങ് ചൊന്ന വലിയ സ്ഥാനത്തെത്തിയ ആൾമാർ അങ്ങനെ പേടിച്ചിട്ടിന്നാൻ കണ്ടെങ്കിൽ, പേടിച്ചിടാറുണ്ടെങ്കിൽ അങ്ങ് എത്രമാത്രം ഭയപ്പെടേണ്ടതായിട്ട് അള്ളാഹു അവൻ്റെ ശിക്ഷയിൽ നിന്ന്, നരകത്തിൽ നിന്ന്, അദാബിൽ നിന്ന് ഞങ്ങളെയും മുഅ്മിനീങ്ങളെയും അള്ളാഹു കാത്ത് സലാമത്താക്കട്ടെ. ദുആ വസിയത്തോടു കൂടെ ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള ഹദീസുകൾ അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.